നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസുകളിൽ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് എൻ.കെ. ഉണ്ണികൃഷ്ണനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചത് മുൻകാല കേസുകളിലെ മികവ് കൂടി പരിഗണിച്ച്. സംസ്ഥാനത്തെ ഏറ്റവും പ്രമാദമായ കേസുകളിൽ സർക്കാരിന് വേണ്ടി ഹാജരായി വിജയം കൊയ്ത ഉണ്ണികൃഷ്ണന്റെ നിയമനം ശബരിമല കേസിലെ അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ്. ഇതു സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. തൃശൂർ സ്വദേശിയായ എൻ.കെ. ഉണ്ണികൃഷ്ണൻ കേരളത്തെ നടുക്കിയ ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് വിചാരണ കോടതിയിൽ നിന്നും വധശിക്ഷ വാങ്ങി നൽകുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ്. നിലവിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന കൂടത്തായി കൊലപാതക പരമ്പരയിൽ മുഖ്യപ്രതി ജോളിക്കെതിരെ ഹാജരാകുന്നതും ഇദ്ദേഹമാണ്. കൂടത്തായി കേസിൽ ജോളി ഇപ്പോഴും ജയിലിലാണ്. ഇതിന് കാരണം പ്രോസിക്യൂട്ടറുടെ ഉറച്ച നിലപാടാണ്. കൊടകര കുഴൽപ്പണക്കേസിൽ പോലീസിന് നിയമോപദേശം നൽകുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിലും ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ചർച്ചയായിരുന്നു. കുഴൽപ്പണക്കേസിൽ പുനരന്വേഷണമല്ല, തുടരന്വേഷണമാണ് വേണ്ടതെന്ന അദ്ദേഹത്തിന്റെ നിയമോപദേശം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ശബരിമല കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം വിപുലീകരിക്കുന്ന സാഹചര്യത്തിലാണ് പരിചയസമ്പന്നനായ ഒരു പ്രോസിക്യൂട്ടറെ സർക്കാർ രംഗത്തിറക്കുന്നത്. കേസിലെ പ്രതിയായ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ഇ.ഡി. നോട്ടീസ് നൽകിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഉണ്ണികൃഷ്ണന്റെ നിയമനം സർക്കാരിന് കരുത്താകും. സങ്കീർണമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിലെ അസാധാരണ പാടവമാണ് ഉണ്ണികൃഷ്ണനെ വീണ്ടും ഈ ദൗത്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൊടകര കേസിൽ തിരൂർ സതീശന്റെ വെളിപ്പെടുത്തലുകൾ വന്ന പശ്ചാത്തലത്തിൽ കർണാടകത്തിലേക്കുൾപ്പെടെ അന്വേഷണം നീളുന്നതിനും ഇദ്ദേഹത്തിന്റെ നിയമോപദേശങ്ങൾ വഴിയൊരുക്കിയിരുന്നു. ശബരിമല കേസിലെ നിയമ പോരാട്ടത്തിൽ ഉണ്ണികൃഷ്ണന്റെ വരവ് കുറ്റവാളികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് നിയമവൃത്തങ്ങളിലെ വിലയിരുത്തൽ. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നിർണായക വഴിത്തിരിവായി VSSC ശാസ്ത്രജ്ഞരുടെ മൊഴി വന്നിട്ടുണ്ട്. 1998 UB ഗ്രൂപ്പ് സമർപ്പിച്ച സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ തന്നെയാണ് നിലവിൽ ശബരിമലയിൽ ഉള്ളതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമാക്കപ്പെട്ടു. കട്ടിളപ്പാളികൾ അപ്പാടെ മാറ്റിയിട്ടില്ല എന്നും എന്നാൽ അതിലെ സ്വർണത്തിന്റെ അളവിൽ വൻതോതിൽ കുറവുണ്ടായെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതോടെ കപൂർ മോഡൽ കൊള്ളയ്ക്കുള്ള സാധ്യത കുറയുകയാണ്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആശ്വാസമാണ്. വിജയമലയുടെ UB ഗ്രൂപ്പ് സമർപ്പിച്ച ഈ ചെമ്പുപാളികൾ പ്രതികൾ ശബരിമലയിൽ നിന്നും കടത്തി മറ്റാർക്കെങ്കിലും വിറ്റിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് ഹൈക്കോടതി ശാസ്ത്രീയ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. ചെമ്പുപാളികളുടെ പഴക്കം നിർണ്ണയിക്കാനായി നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് VSSC നേരത്തെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ശാസ്ത്രജ്ഞരുടെ മൊഴി രേഖപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് SIT നടപടികളിലേക്ക് കടന്നത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കപൂർ മോഡൽ കൊള്ള തള്ളാൻ പ്രത്യേക അന്വേഷണ സംഘത്തിനാകും. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാകും ഇനി മുഖ്യ ആസൂത്രകൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി അന്വേഷണവും മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മുൻ മന്ത്രി, അദ്ദേഹത്തിന്റെ മറ്റ് അനുയായികൾ എന്നിവർക്കൊക്കെയും എന്തായാലും സംശയത്തിന് നിഴലാണ്. കടകംപള്ളി കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ED അവർക്ക് നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പൂർണ്ണമായും അർത്ഥത്തിലുള്ള പ്രമുഖരെയൊക്കെ പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം, SIT അന്വേഷണം കൃത്യമായ രീതിയിലല്ല നടക്കുന്നതെന്ന ആക്ഷേപവും സജീവമാണ്.